നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിജിലൻസിനെതിരെ കോടതി. വിജിലൻസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാനത്ത് വിജിലൻസ് രാജാണോ എന്ന് ചോദ്യം. മന്ത്രിസഭാ തീരുമാനങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന നടപടി അപക്വം. DGP സ്ഥാനക്കയറ്റത്തിനെതിരെ നടന്ന അന്വേഷണം ശരിയല്ലെന്നും ശങ്കർ റെഡ്ഡിക്കെതിരായ കേസ് പരിഗണിക്കവേ കോടതിയുടെ പരാമർശം. UDF സർക്കാരിന്റെ കാലത്ത് ശങ്കർ റെഡ്ഡിക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ ചട്ടലംഘനമുണ്ടെന്ന റിപ്പോർട്ട് വിജിലൻസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പുതിയതായി വന്ന സർക്കാരും നിയമനം അംഗീകരിച്ചതോടെ വിജിലൻസിന് അത് എങ്ങനെ ചോദ്യം ചെയ്യാനാകുമെന്ന് ഹൈക്കോടതി. അതിനിടെ അഴിമതി കേസുകൾ തീർപ്പാക്കുന്നതിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച വീണ്ടും VS. അഴിമതിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് പ്രസംഗം മാത്രം. അധികാരത്തിലെത്തുമ്പോൾ നടപടിയെടുക്കാൻ മടിക്കുന്നു. പാമോലിൻ, ടൈറ്റാനിയം അടക്കമുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും VS അച്യുതാനന്ദൻ. ഗുണ്ടാവേട്ടയ്ക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് ഗുണ്ടാവേട്ട കർശനമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇതിനായി സംസ്ഥാന ഇന്റലിജൻസ് തയ്യാറാക്കിയത് 2010 ക്രിമിനലുകളുടെ പട്ടിക. ഇവർക്കെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടി കൊച്ചിയിൽ നടിക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ. കളക്ടർമാർക്കും IG-മാർക്കും SP-മാർക്കും ഇന്റലിജൻസ് കൈമാറിയ പട്ടികയനുസരിച്ച് ആലപ്പുഴയിൽ 336, കണ്ണൂരിൽ 305, തിരുവനന്തപുരത്ത് 236, കൊച്ചിയിൽ 85 ഗുണ്ടകളുടെ എണ്ണം. സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. പരിഹാരത്തിന് ധാരണ. വിവാദ വിഷയങ്ങളിലെ CPM-CPI തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാൻ LDF യോഗത്തിൽ ധാരണ. ലോ അക്കാദമി സമരവും മന്ത്രിസഭാ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തുന്നതിലെ ഭിന്നതയും യോഗത്തിൽ ചർച്ചയായി. ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് AITUC മാർച്ച് നടത്തിയതിൽ അതൃപ്തി അറിയിച്ച് NCP. അതേസമയം കൊച്ചിയിൽ നടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും CPM-ഉം CPI-യും രണ്ട് തട്ടിൽ. നടിക്കെതിരെ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമെന്ന് കോടിയേരി. എന്നാൽ നിരന്തരമായി ആവർത്തിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന് മുൻ CPI സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ഇടതുമുന്നണിയിൽ തുടരുന്ന അഭിപ്രായ ഭിന്നതകളിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകില്ല. സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ LDF-ൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പോളിറ്റ് ബ്യൂറോ നിർദ്ദേശം. 23-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ തർക്കം പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് CPM കേന്ദ്ര നേതൃത്വം. ഉദ്യോഗസ്ഥർ ഉപവാസത്തിൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി സംഘടനകൾ. സെക്രട്ടേറിയറ്റിനെ KAS-ൽ ഉൾപ്പെടുത്താനുള്ള പിണറായി സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിപക്ഷ യൂണിയനുകളുടെ രാപ്പകൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് VM സുധീരൻ. ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്ന KAS രൂപീകരണം സർക്കാരിന്റെ സംഘടിത വീഴ്ചയെന്ന് VM സുധീരൻ. തീരുമാനത്തിനെതിരെ പ്രതികരിക്കാതെ സർക്കാരിനെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥ നിലപാട് രാഷ്ട്രീയ അടിമത്തെന്ന് KPCC പ്രസിഡന്റ്. പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ സമരത്തിന്റെ ഭാഗമായി ജോലി ബഹിഷ്കരിക്കുന്നവരെ കുടുക്കാൻ പുതിയ നമ്പറുമായി സർക്കാർ. ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കുള്ള അധികാരം മറ്റ് വകുപ്പ് സെക്രട്ടറിമാർക്ക് കൂടി നൽകിയേക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.